ജവാൻ അടക്കമുള്ള വില കുറഞ്ഞ മദ്യം സ്കോച്ചാക്കി മാറ്റുന്ന വിരുദ്ധനെ തിരുവനന്തപുരത്ത് എക്സൈസുകാർ പിടിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ന്യൂസ് എയർ ചെയ്തത്. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയുടെ കുറച്ചുകൂടി ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. വ്യാജമദ്യ നിർമ്മാതാവ് ഹാഷിം സുൽഫിക്കറിന്റെ ഈഞ്ചക്കലിലെ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് എത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. ഹാഷിം സുൽഫിക്കറിന്റെ കിടപ്പുമുറിയിലേക്ക് കടന്ന ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. കാരണം അവിടെയാണ് വില കുറഞ്ഞ മദ്യത്തിൽ നിന്ന് സ്കോച്ച് നിർമ്മിക്കുന്ന സൂത്രപ്പണികൾ നടക്കുന്നത്. ലെമൺ ഫ്ലേവറും വാനില സ്ട്രോബെറി ഫ്ലേവറും ഒക്കെ ഇതൊക്കെ അപ്പോൾ എന്തോ ഒരു അനുവാദത്തിൽ മിക്സ് ചെയ്ത് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ബെവ്കോയിൽ പോയി ജവാൻ പോലെ ഹണിബി പോലെയുള്ള വില കുറഞ്ഞ മദ്യം വാങ്ങും. അതിൽ എസൻസും സിറപ്പും വിസ്കിയുടെ ഫ്ലേവറും ഒക്കെ ചേർക്കും. ഒറിജിനലിനെ വെല്ലുന്ന സ്കോച്ചായി മാറും. ഇത് ബ്ലാക്ക് ലേബൽ ശിവാശ്രീകൾ പോലെയുള്ള ബ്രാൻഡുകളുടെ വ്യാജ കുപ്പികളുണ്ട്. അതിൽ ഒഴിച്ച് നിറച്ച് വിൽക്കും. ഇതിനെല്ലാം കൂടി ഇയാൾക്ക് ചെലവ് വരുന്നത് ഏതാണ്ട് 500 രൂപയാണ്. ഹാഷിം സുൽഫിക്കർ ഉണ്ടാക്കുന്ന ഈ വ്യാജ സ്കോച്ച് വിൽക്കാൻ ഇടനിലക്കാരൊക്കെ ഉണ്ട്. ഇടനിലക്കാർ ഇയാളിൽ നിന്ന് ഈ വ്യാജ സ്കോച്ച് വാങ്ങിക്കുന്നത് ഏതാണ്ട് 4500 രൂപ 5000 രൂപ റേഞ്ചിലാണ്. ഇടനിലക്കാർ ഇത് ആവശ്യക്കാർക്ക് വിൽക്കുന്നത് 6000 രൂപ 7000 രൂപ നിരക്കിലും. അപ്പോൾ ഇവർക്ക് എന്തുമാത്രം ലാഭം കിട്ടുന്നുവെന്ന് ഓർക്കണം. 500 രൂപയാണ് ഒരു കുപ്പി വ്യാജൻ ഉണ്ടാക്കാനുള്ള ചിലവ്. ഇത് ഒറിജിനലാണെന്നും പറഞ്ഞ് വാങ്ങിച്ചു കുടിച്ചവരുടെ അവസ്ഥയോ 10,000-7000 രൂപയ്ക്കാണ് ഈ വ്യാജൻ വാങ്ങിച്ചു കുടിക്കുന്നത്. ഏതായാലും ഹാഷിം സുൽഫിക്കറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വ്യക്തികൾക്ക് മാത്രമല്ല, ചില ബാറുകൾക്കും ഈ വ്യാജ വിസ്കി വിറ്റിട്ടുണ്ടെന്നാണ് അയാളുടെ മൊഴി. അതുകൊണ്ട് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിലെ മാത്രമല്ല സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബാറുകളിലും എക്സൈസ് ഉദ്യോഗസ്ഥർ കയറി പരിശോധന നടത്തിയിട്ടുണ്ട്. മദ്യത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള വ്യാജന്മാർ കടന്നു കയറിയിട്ടുണ്ടോ എന്നറിയാൻ. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.